പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാനിലെയും ഇസ്രായേലിലെയും പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളുമായി ഇന്ത്യ ഒരുക്കങ്ങൾ ചർച്ച ചെയ്ത് വരുന്നതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. പല മേഖലയിലെയും വ്യോമപാത അടച്ചതോടെയാണ് നീക്കം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത് നിലവിൽ പരിഗണനയിലില്ല എന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 30,000-ഓളം ഇന്ത്യൻ പൗരന്മാരാണ് ഇറാനിലും ഇസ്രായേലിലുമായുള്ളത്. കൂടുതലും ഇസ്രായേലിൽ. മേഖലയിലെ വ്യോമപാത അടച്ചതോടെ രണ്ടു രാജ്യങ്ങളിലെയും പൗരന്മാരെ സുരക്ഷിത മാർഗങ്ങളിലൂടെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്തു വരുന്നതായാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചത്. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത് പരിഗണനയിലില്ല എന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. വൻതോതിലുള്ള ഒഴിപ്പിക്കൽ ആ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. അത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം മേഖലയിലെ സംഘർഷം ഉടൻ അവസാനിക്കാൻ സാധ്യതയില്ലെന്നും വിലയിരുത്തുന്നതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പങ്കുവച്ചു. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി ചർച്ച ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ആശങ്കയും അറിയിച്ചു. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് DGCA അടിയന്തര നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ന് മാത്രം 444 വിമാനങ്ങൾ റദ്ദാക്കുമെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.